അടിപൊളിയാ. പൊന്നാര ചങ്ങായിമാരെ, ഇന്ന് നമ്മളൊരു നാടൻ ഞണ്ടുകറി ഉണ്ടാക്കിയാലോ. ഇത് നമ്മളെ പ്രവാസിലെ നാടൻ ഞണ്ടുകറി ആട്ടോ, അതും എൻ്റേതായ ഒരു സ്റ്റൈല്. ഇത് പൊളിച്ചുണ്ടാക്കാൻ കുറച്ച് പണിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇത് കൊണ്ടുവന്ന സമയത്ത് ചെമ്പ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പൊളിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിൽ തുടങ്ങി നോക്കുമ്പോൾ സാധനം കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ കയ്യും കാലൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നു. ഇതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പം നമ്മളതാ ഞണ്ട് തൊണ്ട് പൊളിക്കൽ ഏകദേശം കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളതാ നേരെ കഴുകലിലേക്ക് കിടക്ക്. ഒരു 2-3 വട്ടം നന്നാക്കിയായിട്ട് കഴുകണം കേട്ടോ. ഇതിനിടയിൽ കുറച്ച് കേടുകളൊക്കെ ഉണ്ടാവും. ഒക്കെ നല്ലോണം കഴുകിയായിട്ട് വൃത്തിയാക്കി ഇപ്പം നമ്മളെ ഞണ്ടുകളൊക്കെ അതാ നല്ലോണം കുളിപ്പിച്ച് സുന്ദര കുട്ടുപ്പന്മാരാക്കി കിട്ടോ. ഓക്കെ, ചട്ടിയിലേക്കുള്ള സാധനമുള്ളത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 8 വലിയ ഉള്ളി, 4 തക്കാളി, 10 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില. ഇത് നമ്മൾ ഇതിലേക്ക് എടുത്ത് കിട്ടോ. ഇനി നമ്മൾ ഉള്ളി ഇങ്ങോട്ട് കുനുകുനാന്ന് പറഞ്ഞുകൊണ്ട് അരിയാം. സവാള ഗിരി ഗിരി ഗിരി, സവാള ഗിരി ഗിരി ഗിരി, അങ്ങ് അരിയ തന്നെ, ഒന്നും നോക്കണ്ട. ഇപ്പം നമ്മളെ ഉള്ളി അങ്ങോട്ട് അരിഞ്ഞ് കഴിയാനായിരിക്കും ഏകദേശം. നമ്മളെ തക്കാളി ഇങ്ങോട്ട് മുറിച്ചിടുക. തക്കാളി ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ മുറിച്ചിടുന്നത്. അപ്പം നമ്മളെ തക്കാളിയും ഉള്ളിയും മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇഞ്ചി നീളത്തിൽ ഇങ്ങോട്ട് മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ പച്ചമുളക് നീളത്തിൽ മുറിച്ചിടുകയാണ്, വെളുത്തുള്ളിയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമോ, ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ഈ ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മാറ്റിയാട് വെച്ചിട്ട് ചെമ്പായിട്ട് വെച്ചിക്കുക. ചെമ്പൊന്ന് ചൂടായതിനു ശേഷം വലിയ ഓയിലായിട്ട് ഒഴിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചത് കോൺ ഓയിലാട്ടോ. ഓയിലങ്ങോട്ട് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ എടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യുക, ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം ഉലുവ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചും വെളുത്തുള്ളിയും ചതക്കി അതിലേക്ക് ഇടുകയാണ്. നല്ലോണം ഒന്ന് തലങ്ങും വിലങ്ങും ഒന്ന് ഇളക്കി കൊടുക്കുക.
നല്ലോണമായിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് നീളത്തിൽ മുറിച്ച് വെച്ച പച്ചമുളക് അതിട്ട് കൊടുക്കുക. കുറച്ചിലേക്ക് ഒരു മുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 4 മുളക് അതിലിട്ടിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മളതിലേക്ക് നമ്മൾ വല്യുള്ളി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞ് വല്യുള്ളി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിയൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. നമ്മൾ നല്ലോണം മൂടി വെക്കണം. നല്ലോണം ഇളക്കിയിട്ട് മൂടി അവിടെ വെച്ച് കൊടുക്കുക. ഏകദേശം നമ്മൾ ഉള്ളി വാടി ഇപ്പോൾ തക്കാളി മുതൽ ഇട്ട് കൊടുക്കുക. നല്ലോണം നട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂടി വെക്കുക. നല്ലോണം വാടി വരട്ടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ മസാലപ്പൊടി, ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളിടാം. ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, സാധാ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല. ഇതിനളവൊന്നും ചോദിക്കരുത്, എൻ്റെ കൈ കണക്കാട്ടോ. നല്ലോണം ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ ചെമ്പിലുള്ള സാധനം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ നല്ലോണം കൂടെ ഇട്ട് കൊടുത്തിട്ട് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉപ്പും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച ഞണ്ടുകൾ അതിലേക്ക് നോക്കുക. നമ്മൾ ഫുള്ള് ഞണ്ടുകൾ അതിലിട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മസാലയും ഞണ്ടിനെയും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. കുറഞ്ഞൊരു സമയം നമുക്കിനി ഒന്ന് മൂടി വെക്കാം. ഒരു 3-4 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കണം. സെക്കൻഡ് ട്രിപ്പും കഴിഞ്ഞ് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗ്രേവി വേണ്ടിയത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. രണ്ടും തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ
വെള്ളം പോരാത്തതുകൊണ്ട് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം, ഏകദേശം 1/4 ഗ്ലാസ്, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കുക. ഇനി നമ്മൾ വറവിടൽ പരിപാടികളാണ്. ഒരു 5 അല്ലി ചെറിയ ഉള്ളി എടുത്തു, നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരുന്ന പച്ചമുളകുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലയും വേറെ ഇതിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തത്, സോറി ഓയിലല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഏകദേശം ചുവന്ന് വരുമ്പോഴേക്ക് പച്ചമുളകും കറിവേപ്പില അതിലേക്ക് കൊടുക്കാം. ചെറിയ ഉള്ളി ചുവന്നിട്ടുണ്ട്. ആ കറിവേപ്പിലയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നേരെ ഞണ്ടിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ വറവിടൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് നന്നായിട്ട് അതിൻ്റെ കഴിച്ചിലായിട്ടുണ്ട്. നല്ലോണം നട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വറവിട്ട് എല്ലാ സാധനവും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ കുക്കിംഗ് ഇന്ന് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ടേബിളിലേക്ക് പോവാം. ഞണ്ട് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് നമ്മളിവിടെ ഞണ്ട് കറിക്ക് റൊട്ടിയാട്ടോ വാങ്ങിയത്. എത്തിയ സ്ഥലത്ത് വല് പുറപ്പെട്ടത് അതുപോലെ പറഞ്ഞാല് പണ്ടേതോ കാലം കഴിച്ച നാടൻ കറി അടിപൊളിയാ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ടോ? എന്നിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ.